Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 45ഉം 46ഉമായിരുന്നു പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. സെക്ഷൻ 45 ഡീൽസ് വിത്ത് ആൻസർ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. സെക്ഷൻ 45 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് സൊസൈറ്റി എസ്റ്റാബ്ലിഷസ് ദ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? ആൻസർ സെൻട്രൽ സൊസൈറ്റി. എങ്ങനെയുള്ള സൊസൈറ്റിയാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ആരാണ് സൂക്ഷിക്കുന്നത്? അത് സെൻട്രൽ സൊസൈറ്റികളാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സൂക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ദി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് വിത്ത് മണി പ്രൊവൈഡഡ് ബൈ ആൻസർ അപ്പെക്സ് സൊസൈറ്റി ഫ്രം പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഏത് മണിയിൽ നിന്നും എവിടെ നിന്നും കിട്ടുന്ന ഫണ്ടാണ് അതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് അപ്പെക്സ് സൊസൈറ്റി കൊടുക്കുന്ന പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നുമുള്ള ഫണ്ടാണ് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടായിട്ട് മാറുന്നത്. അത് സൂക്ഷിക്കുന്നത് സെൻട്രൽ സൊസൈറ്റികളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഷാൾ ബി യൂട്ടിലൈസ്ഡ് ഫോർ എ. പർച്ചേസിംഗ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റീസ്, then making payments to the apex society as per provisions, and any other purpose decided by central society. ഓപ്ഷൻസ് നോക്കുക. ഇവിടെ പറയുന്നത് ഈ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് പ്രൈമറി സൊസൈറ്റികളിൽ നിന്നും ഷെയർസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനി അപ്പെക്സ് സൊസൈറ്റിയിലേക്ക് തിരിച്ച് പേ ചെയ്യാനായിട്ട്. അപ്പെക്സ് സൊസൈറ്റി ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നുമാണല്ലോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻട്രൽ സൊസൈറ്റീസ് ഉപയോഗിക്കുന്നു. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻസ് എന്നാണ്. അത് നമുക്ക് നോക്കുമ്പോൾ കാണാം. ഓപ്ഷൻ ബി, അതായത് 1ഉം 2ഉം, പർച്ചേസിങ് ഷെയർസ് ഇൻ പ്രൈമറി സൊസൈറ്റീസ്, മേക്കിംഗ് പേയ്മെൻറ്റ്സ് ടു ദി അപ്പെക്സ് സൊസൈറ്റി ആസ് പെർ പ്രൊവിഷൻസ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 and 2 only. ക്വസ്റ്റ്യൻ നമ്പർ 6. No shares in a society shall be purchased from the principal or subsidiary state partnership fund without answer previous approval in writing of the government. ഗവൺമെൻറ്റിൻ്റെ റിട്ടേൺ പെർമിഷൻ ഇല്ലാതെ ഒരു ഷെയർസും പർച്ചേസ് ചെയ്യാൻ പാടില്ല. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നോ ഉള്ള പണം ഉപയോഗിച്ച് ഷെയർസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റിട്ടേൺ പെർമിഷൻ കിട്ടിയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സെക്ഷൻ ഡെനോട്ട്സ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഗവൺമെൻറ് അപ്രൂവൽ ഫോർ ദി പർച്ചേസ് ഓഫ് ഷെയർസ് ഫ്രം ദ പ്രിൻസിപ്പൽ ഓർ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? ആൻസർ സെക്ഷൻ 46. ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി മാത്രമേ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 46 ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 47. ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൺ ഷെയർസ് വെയർ എനി ഷെയർസ് ഇൻ എ സൊസൈറ്റി ആർ പർച്ചേസ്ഡ് ബൈ ദ ഗവൺമെൻറ് or the apex society or a central society from the principal state partnership fund or the subsidiary state partnership fund, as the case may be, the liability in respect of such shares shall, in the event of the society being wound up, be limited to the amount paid in respect of such shares.
ബാധ്യത പരിമിതപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥ, അതിനെക്കുറിച്ചാണ് സെക്ഷൻ 47 പറയുന്നത്. അതായത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ച് ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാം. അവർ പർച്ചേസ് ചെയ്യുന്നത് എപ്പോഴും ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയിൽ നിന്നായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ സൊസൈറ്റി അഥവാ വൗണ്ടപ്പ് ആവുകയാണ്, അടിച്ചുപൂട്ടുന്ന അവസ്ഥ വന്നാൽ പോലും ഈ ഷെയർസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സൊസൈറ്റിയിൽ നിന്നായതുകൊണ്ട് അവർക്ക് ഉള്ള ബാധ്യത ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് പണത്തിനാണോ, ഏത് ഷെയർസിനാണോ അല്ലെങ്കിൽ ഏത് ഓഹരികൾക്കാണോ നൽകിയിരിക്കുന്ന ആ തുകയ്ക്ക് അവർ നൽകിയ പണം മാത്രമേ അവർക്ക് ബാധ്യതയായിട്ട് വരികയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഗവൺമെൻറ് ആയാലും അപ്പെക്സ് സൊസൈറ്റി ആയാലും സെൻട്രൽ സൊസൈറ്റി ആയാലും എടുക്കുന്ന ഷെയറിന് ആനുപാതികമായിട്ടുള്ള ബാധ്യത മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ 48, റെസ്ട്രിക്ഷൻസ് ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. An apex society which has purchased shares in other societies from the monies in the principal state partnership fund and a central society which has purchased shares in primary societies from the monies in the subsidiary state partnership fund shall be entitled only to such dividend on the said shares as is declared by the society concerned and is payable to other shareholders of that society. ലാഭവിഹിതം കൊടുക്കുന്നതിലെ നിയന്ത്രണത്തെക്കുറിച്ചാണ് സെക്ഷൻ 48 പറയുന്നത്. ഒരു അപ്പെക്സ് സൊസൈറ്റി പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും അതർ സൊസൈറ്റീസിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്താലും, അതുപോലെ ഒരു സെൻട്രൽ സൊസൈറ്റി സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൽ നിന്നും മറ്റ് പ്രൈമറി സൊസൈറ്റികളുടെ ഷെയർ പർച്ചേസ് ചെയ്താലും ഇതിൻ്റെ ലാഭവിഹിതം എപ്പോഴും സൊസൈറ്റി ഡിക്ലെയർ ചെയ്യുന്ന അതേപോലെയുള്ള എമൗണ്ട് ആയിരിക്കും. അതായത് മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന അതേ ആ ഒരു ശതമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ മാത്രമേ ഇപ്പോൾ അപ്പെക്സ് സൊസൈറ്റിക്കായാലും സെൻട്രൽ സൊസൈറ്റിക്കായാലും ലാഭവിഹിതം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 47, ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ ഷെയർസ് applies when shares in a society are purchased by government or apex society or central society using principal or subsidiary state partnership fund. In case the society is wound up, the liability is limited only to the amount paid for such shares. Next, section 48, restrictions on amount of dividend. Apex society using principal state partnership fund and central society using subsidiary state partnership fund can purchase shares. They are entitled only to the same dividend declared by the society as payable to other shareholders. No special or extra dividend rights. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. Who is the 9th Secretary General of United Nations Organizations? Answer, Antonio Guterres. Next, meaning of ignominy. Answer, public dishonor. അപകീർത്തി, കളങ്കം, അങ്ങനെയൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 1st January 2016 was Friday, what was the day of the week on 31st December 2016? അതായത് 2016 ജാനുവരി 1 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ വർഷം 2016 ഡിസംബർ 31 ഏത് ദിവസമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ സാറ്റർഡേ ആണ്.
അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കേണ്ടതുള്ളത്, ഇപ്പോൾ ഒരു വർഷം സാധാരണ ഒരു വർഷം തുടങ്ങുന്ന അതേ ദിവസം തന്നെയായിരിക്കും തീരുന്നതും. അപ്പോൾ പക്ഷേ ഈ 2016 എന്ന് പറയുന്ന ഒരു ലീപ്പ് ഇയറാണ്, അതിവർഷമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം കൂടിയിട്ട് വേണം പറയാനായിട്ട്. അതുകൊണ്ടാണ് സാറ്റർഡേ വന്നത്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. Now your turn to answer. The difference between Indian time and Greenwich time. Next, meaning of brief. Next, which word will appear third in the dictionary order? Pike, peak, pack, poke. Leave your answer in the comment box and stay tuned for the next episode. Thank you.